ക്യാൻസറിനെ മനക്കരുത്തിലൂടെ അതിജീവിച്ച യുവ ഡോക്ടർ നീന മുനീർ എഴുതിയ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അബ്ദുസമദ് സമദാനി MP പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപിക്ക് ആദ്യ പതിപ്പ് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകരുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. പുസ്തകത്തിന് അവതാരിക നൽകിയ MN കാരശ്ശേരി പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡോക്ടർ നീന മുനീർ, നീനയുടെ മാതാവ് ബേബി സോഫിയ, നീനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടർ നാസർ യൂസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മലയാളിക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം വൈകാരിക വിദ്യാഭ്യാസമാണ്, ഇമോഷണൽ എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, ബാക്കിയൊക്കെ ഉണ്ട്. എങ്ങനെ ഓരോ സന്ദർഭത്തിൽ പെരുമാറണം, എന്ത് പറയണം, ആരോട് എങ്ങനെ, ഇതൊക്കെ കൾച്ചറിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓരോ രോഗം കഴിയുമ്പോഴും ഒരു പുതിയ മനുഷ്യൻ ജനിക്കുകയാണ്. ഇമോഷണൽ ഫിലോസഫി അതിപ്പോ കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ്. മനുഷ്യവികാരങ്ങളുടെ തത്വശാസ്ത്രം. അധികം ഫിലോസഫി കുറെ ഡ്രൈ ആണെന്നാണ് പറയാ. പക്ഷെ ഇമോഷണൽ ഫിലോസഫി ഒരിക്കലും അങ്ങനെ ആവില്ല. അതിനെപ്പോഴും ഹൃദയത്തിന്റെ നനവുണ്ടാവും.